മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരെ നോക്കാലോ അല്ലേ? ഇനി ഭർത്താക്കന്മാർ മരിച്ചതോ അങ്ങനെ ഭാര്യ മരിച്ചതോ അങ്ങനത്തെ ഒന്നും നോക്കാനില്ല. ചൊവ്വയോ ബുധനോ വ്യാഴോ വെള്ളിയോ അത് വിഷയം അത് പറ്റൂല. തരക്കേടില്ലല്ല. ഭർത്താക്കന്മാർ മരിച്ചൊന്നും പറ്റില്ല. എന്ത് അല്ല അതെല്ലാം ചൊവ്വയില്ലതും പറ്റൂല. ചൊവ്വയില്ലതും പറ്റൂലേ? ചൊവ്വയില്ല പിന്നെ ഞാൻ ഉടനെ ചാവാനാ. ഇതെല്ലാം പറ്റുന്ന ഉറച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കീനി. അത് പറ്റൂല. ഞാൻ അന്നേരം പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല. അല്ല നിങ്ങൾ കച്ചവടം ഞാൻ പണിയാ. ഒരു പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ. എനിക്ക് കാലിഫോർണിയയിൽ പോയേ പറ്റൂ. അച്ഛൻ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് ശരിയാക്കി കൊടുക്കണം. ശരി, ഞാൻ ഏറ്റ് കേട്ടോ, പേടിക്കണ്ട. അത്ര ഒന്നും പ്രായം വേണ്ട പെണ്ണ്. അത് വയസ്സായ തൊണ്ടനും തൊണ്ടിയായ പിന്നെ അങ്ങനെ നമ്മളെ കാര്യങ്ങൾ നടക്കല്. അതുകൊണ്ട് കുറച്ച് പ്രായം കുറഞ്ഞ പെണ്ണ് തന്നെ ആവണം. ചിന്തകളുണ്ടോ? എനിക്ക് മനസ്സിലായി. നിങ്ങളൊരു 6000 രൂപ ഇവിടെ അടച്ചിട്ട് പോയിക്കോളി. 6000 രൂപ രജിസ്ട്രേഷൻ ഫീസാണേ. പ്രശ്നമൊന്നുമില്ല, ശരിയാക്കല. നിങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കണം. എന്റെ അച്ഛന്റെ പേരെന്താ? ശരിയാകും. എവിടെയെങ്കിലും സ്ഥലം എവിടെയാ? സമയ ചെറുത്ത്. നമ്മളെല്ലാം കല്യാണം കഴിച്ച് ഞാനെ പണ്ട് ക്ലീനർ ആയിട്ടായിരുന്നു. അന്ന് ബസ് കണ്ടക്ടർ, ക്ലീനർ ഇവർക്കെല്ലാം നല്ല ഡിമാൻഡ് ആയിരുന്നു. കോളേജിൽ പോകുമ്പോൾ എല്ലാം പെണ്ണുങ്ങൾ നോക്കും. അങ്ങനെ ഈ നേഴ്സ് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് 10 പൈസ ഉണ്ടായില്ല. ഒന്നും സഹായിച്ചിട്ടില്ല. ഒരു സഹായം ഉണ്ടായില്ല. കല്യാണത്തിന് ഒരു 10 ഉറുപ്പ്യ 6000 രൂപ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ. ഭയങ്കര ഡിമാൻഡാ പെൺകുട്ടികൾക്ക്. അതേ ഗവൺമെന്റ് പണിയെല്ലാം വേണ്ടേ? ഇതുവരെ പോയിട്ട് ഇങ്ങനെ ആക്കിയില്ല ഞാൻ. എങ്ങനെയെങ്കിലും ശരിയാക്കി വെച്ചാ പേടിക്കണ്ട. ഒരു ഞാൻ ശരിയായി തരാം. ഇത് കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. വീട്ടിൽ പോയിട്ട് ചൊറാക്കല കേട്ടാ. പറഞ്ഞോണ്ടിരിക്കല്ല കല്യാണം 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 എന്ന് പറഞ്ഞോണ്ട്. 65-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ പൂതി. ആ ചെറുപ്പക്കാരികളെ വേണമെന്ന്. ആ ശീതളേട്ടാ, നിങ്ങള് വീണ്ടും വന്നല്ലേ? വരാണ്ട് പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് സങ്കടമാണ്. എന്താ ചെയ്യാ, കുട്ടികളുടെ ഓരോരോ. അല്ല ഇതിപ്പോ എന്താ പറയുക, ഇതിപ്പോ നിങ്ങളെ മോളെ പ്രശ്നം മാത്രമല്ല ഇത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ ഡിമാൻഡ് ഭയങ്കര. 30 കഴിഞ്ഞ ചെക്കന്മാരെ അവർക്ക് വേണ്ട. 28, 29, 27 ചോദിക്കണേ. പിന്നെ ചെറിയ ജോലി ഉള്ളവർക്കൊന്നും പെണ്ണിട്ടുന്നില്ല. എന്താ ഇപ്പൊ കഥ? പിന്നെ ഇപ്പൊ ഇവരുടെ സങ്കല്പം എന്താന്നും പിടുത്തല്ലേ നമുക്ക്. പഴയ കാലം എന്നല്ല. അതെ അതെ അതെ. ഒരു കുടുംബം നോക്കണ ഒരാളെ പോരാ ഇവർക്ക്. ഇപ്പൊ പുതിയൊരു കേസിന്റെ അടുത്ത് 2-3 വന്നിട്ടുണ്ട്. അതില് ഒന്ന് നിങ്ങൾക്ക് പറ്റിയൊരു വകുപ്പാണ്. നല്ല തറവാട്ടുകാരാ. അതെ അല്ലേ? അപ്പൊ ഒരു മറ്റന്നാളെ അയാൾക്ക് സമയമുള്ളൂ. മറ്റന്നാളെ ഞാൻ ഒരേ കുട്ടി അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. അയ്യോ ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട. ഇല്ലല്ലോ, അതൊന്നും കഴിക്കാറില്ല. വെച്ചാ മതി. അച്ഛൻ പിന്നെ എടുക്കും. ഷുഗറാ. അപ്പൊ സീതറേട്ടാ, കഴിഞ്ഞതൊക്കെ ഇങ്ങോട്ട് മറന്നാളി. കഴിഞ്ഞ ആലോചനകളൊക്കെ നടക്കാണ്ട് പോയത് ഓളെ നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഈ കൊണ്ടുവന്ന ഈ ബന്ധമുണ്ടല്ലോ, ഇത് പച്ചയായ ഒരു ബന്ധ. ഞാൻ അങ്ങനെ പറയാൻ കാരണം കർഷകശ്രീ അവാർഡ് കിട്ടിയ മനുഷ്യനത്. സത്യന്റെ അച്ഛൻ സുമേശേട്ടൻ 8 ഏക്കർ ഭൂമി കൃഷിയാ. 8 അല്ല, അതിൽ കൂടുതലുണ്ട്. കേട്ടോ, അതിലൊരു 5-6 ഏക്കർ വയൽ തന്നെയാണ്. പിന്നെ തെങ്ങും റബ്ബറും ഒക്കെ ആയിട്ട് കൃഷി 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 ഇതന്നെ. അച്ഛന്റെ മോൻ തന്നെയാണ് അത്. ഇതാ കൃഷിപ്പണി തന്നെ. കൃഷി വകുപ്പിന് ജോലി കിട്ടി ആ മാണ്ടാന്ന് വെച്ചിട്ട് കൃഷിക്ക് ഇറങ്ങിയ ആളാ. അല്ല, ഈ സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാ. ശരിക്കും ഞാൻ ജോലിക്ക് പോയി. ആദ്യത്തെ ഒരു 2 മാസമൊക്കെ ജോലിക്ക് പോയി. പിന്നെ ഈ ജോലിയും അച്ഛന്റെ കൃഷിപ്പണിയും അച്ഛനെ സഹായിക്കല് എല്ലാം കൂടെ നടക്കണില്ല. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ കുറെ ചെറുപ്പം മുതലേ ഈ കൃഷിപ്പണി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ. അപ്പൊ അച്ഛനെ സഹായിക്കുകയാണ് നല്ലതെന്ന് തോന്നി. അപ്പൊ സീതലേട്ടാ, നിങ്ങളിപ്പോ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്ന നമ്മള് ഗോപാലേട്ടന്റെ വീഡിയോ എന്നല്ലേ? ഇവര് വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കില്ല. ഒക്കെ അവരുടെ തൊടിയിലുണ്ട്. പച്ചക്കറി ആയാലും പലവ്യഞ്ജനായാലും എന്തായാലും. ഞങ്ങളിപ്പോ പുറത്തുനിന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നത് ഇവന് വേണ്ടിയിട്ട് ഒരു കുട്ടിയാണ്. അതൊന്നും അല്ല കേട്ടോ, മുണ്ട് ഷർട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. തമാശ ഫാമിലിയാ. വേറെ കാര്യം ചോദിക്കി. ഇവിടെ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരെ ഇവിടെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നില്ലേ? ആരെങ്കിലും കൂടെ അച്ഛൻ വന്നിക്കണോ? മോന് നിർബന്ധം അച്ഛൻ വരണത്. ഞാൻ അച്ഛനോട് സത്യം പറഞ്ഞ അച്ഛനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ അച്ഛനെന്താ വെച്ചാല് എങ്ങനെയാണ് പെണ്ണ് കാണുക എന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല. അച്ഛനും അമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അപ്പൊ അതെങ്ങനെയാന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. എന്നാ പിന്നെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും കൂട്ടി അങ്ങനെ ഒരു രസികൻ ഫാമിലിയാ. പെരയില് അമ്മ ഉണ്ട്,
പിന്നെ ഒരു പെങ്ങളൊക്കെ കെട്ടിച്ചയച്ചിക്കണ്. അമ്മയും വരാൻ നിന്നാ. ഞാൻ പറഞ്ഞു എല്ലാരും കൂടെ കൂട്ടിട്ട് പെണ്ണാൻ പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാ. ഈ പച്ചക്കറിന്റെ കാര്യമൊക്കെ അമ്മയാ. വീടിന്റെ ചുറ്റോടത്തൊക്കെ പച്ചക്കറിയാ, കുമ്പളങ്ങ, തക്കാളി, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മണ്ടൂരവിടെ പോയാല് ഇത്തിരി നേരം നിൽക്കാൻ സമയം ഉണ്ടാവില്ല. ഫുള്ള് പണി കഴിക്കും. പൈക്കളെ തന്നെ നോക്കാല്ലേ, 10-15 പൈക്കളെ പാല് കറക്കണോ, ചാണകം പറഞ്ഞ എന്തൊക്കെ പണിയുണ്ട്. അല്ല അതിനൊക്കെ ആള് വേറെ ഉണ്ട് കേട്ടോ. അല്ല ഉണ്ട്, എന്നാലും പെണ്ണ് വരുമ്പോ അങ്ങനെയാണല്ലോ. പിന്നെ അല്ല വേറെ ഇപ്പൊ എനിക്കങ്ങനെ പിന്നെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റിയിട്ട് അങ്ങനെ ഭയങ്കര സൗന്ദര്യ സങ്കല്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ തുറന്ന് പറയാന്ന് മാത്രം. നമ്മുടെ വീടിന് പറ്റിയ ആളാവണം, പിന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാവണം, അത്രക്കേ ഉള്ളൂ. കൃഷിപ്പണി ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അത്രയും നല്ലത്. ഓ സത്യ, ഇനിയിപ്പോ എനിക്ക് കുട്ടീനോട് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ അതാവാട്ടോ. എന്നാ പിന്നെ ആയിക്കോട്ടെ. അല്ല വേണ്ട, അല്ലെങ്കിൽ എന്താ സംസാരിക്കാനുള്ളത്? ഇപ്പൊ മണ്ടൂരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാലോ. വീടിന് പഠിക്കാണെന്നൊക്കെ അറിയാം. സംസാരിക്കാനൊന്നുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനൊരു സംസാരിക്കാം. ഉണ്ടോ? സംസാരിക്കണോ? അവർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങള് ഇപ്പൊ തിരക്കാവും അല്ലേ? ഇറങ്ങല്ലച്ചാ. ഞാനെന്താ വെച്ചാല് കൃഷിഭവനിൽ കുറച്ച് വളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വാഴയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഇത് കൊണ്ടു കൊടുക്കണം. തിരക്കന്നെ അല്ലേ? ശരി ഇറങ്ങച്ചാ. അപ്പൊ ശരിയേട്ടാ, കാര്യങ്ങള് നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ശരി. പിന്നെ ഞാൻ കൊണ്ടുവന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധമാണ്. ഇത്രയും നിഷ്കളങ്കനായ ഒരു ചെക്കനാണ്. ഇതിലപ്പുറം ഇനിയൊന്നും കിട്ടാൻ ഭയം ഉണ്ടാവില്ല. പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആവട്ടെ. ശരി ശരി. നല്ല തറവാട്ടാര. ഞാൻ പറയാനാണ് നിക്ക. എനിക്കിഷ്ടായില്ല. അതെന്താ എനിക്കിഷ്ടായില്ല. അത് തന്നെ. ഇതെന്താ നിനക്ക് ഇഷ്ടാവാഞ്ഞ്? ഇതിന്റെ കാരണം എന്താ? ഇവിടെ വന്നിരിക്കും. ഇനി നിന്റെ ഇഷ്ടക്കുറവൊന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഇനി ആൾക്കാരെ ഇവിടെ കൊണ്ടുവരണം. എന്താ നിന്റെ പ്രശ്നം? അച്ഛ അവര് പറഞ്ഞു കേട്ടില്ലേ? എന്താ പറഞ്ഞേ? അവിടെ നടത്തി പശുവും കൃഷിയും. അതുകൊണ്ട് എന്റെ നെഞ്ചത്താ പശു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും എന്നെ നോക്കാൻ സമയം. എന്താണ് നിനക്ക് മറുപടി പറയുക? ഇതിപ്പോ എത്രാമത്തെ ആലോചന കൊണ്ടുവരുന്ന നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? അമ്മ നിങ്ങൾ എന്താ എന്റെ മാനസികാവസ്ഥ മനസ്സിലാകാത്തെ? എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് എന്ത് സങ്കല്പം നിന്റെ? എനിക്ക് ജോലിക്ക് പോണം, എന്നെ കാര്യമായിട്ട് നോക്കണം. ഇതിപ്പോ അവർക്ക് അവിടെ ഒന്നിനും സമയമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വളം എടുക്കാൻ പോണ വഴി ഇങ്ങോട്ട് കേറിയെന്നേ ഉള്ളൂ എന്നെ കാണാൻ. ഇതൊക്കെ നിന്റെ തോന്നലുകളല്ലേ? നിന്നെ ജോലിക്ക് വിടില്ലെന്ന് അയാൾ പറഞ്ഞോ? അയാളെ കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ജോലിക്കൊന്നും വിടില്ലാന്ന്. ഞാൻ എന്റെ ദൈവമേ, അമ്മ അയാൾക്ക് നല്ല പ്രായമുണ്ട്. അമ്മേ എന്റെ മോളെ ഒന്ന് പെയ്യ പറ. എന്താ ചായക്കു നീ? നീ ഇങ്ങനെ വരുന്ന കല്യാണങ്ങളൊക്കെ ഇങ്ങനെ മുടക്കി കഴിഞ്ഞാൽ കുട്ടി നിനക്കും വയസ്സായി വരില്ലേ? നീ ഇത് എന്ത് ഭാവിച്ചാ? എനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നവരെ കല്യാണം കഴിക്കാൻ പറ്റുമോ?